ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. നിങ്ങൾക്ക് ഈ ബിബിക്ക് ഇടാവേ. എനിക്ക് ഇവിടെ പിമ്പിൾസ് ഭയങ്കരമായിട്ട് കൂടുന്നു. ഡെർമറ്റോളജിസ്റ്റിനെ കൊണ്ടുപോയിട്ട് ഞാൻ ചെല്ലുന്ന മൺഡേ ആണ്. ചിലപ്പോൾ ഞാൻ ഒന്ന് പോയി ഡെർമറ്റോളജിസ്റ്റിനെ കാണും. നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം. ബേബി ക്രീം ഇട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുപ്പിക്കും. എന്റെ ഫേസ് കുറച്ചൊന്ന് എന്താ പറയാ മോയിസ്ചറൈസേഷൻ പോയി. ഫുഡ് കഴിക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോ ബ്ലെൻഡ് ചെയ്ത് പിടിപ്പിക്കാന്ന് പറയുന്ന ചെറിയൊരു ചടങ്ങാണ്. എന്റെ ഫേസ് ഭയങ്കര ഡ്രൈ ആവുന്നുണ്ട്. ഇവിടെയും ഹോളിലും ഒക്കെ എന്താ പറയുക ഭയങ്കര ഏസിയാണ്, ഭയങ്കര ഏസിയാണ്. സോ ഞാൻ ഫൗണ്ടേഷൻ ഇടുന്നതിന് മുന്നേ ചെറുതായിട്ട് ഞാനൊന്ന് ഐഷാഡോ വെച്ച് കൊടുക്കാം. ചെറുതായിട്ട്, നോട്ട് മോർ നോട്ട് ലെസ്. ഞാൻ ബ്ലഷ് ഇടുന്നുണ്ട്. പിന്നെ ഞാൻ ഇത് കെ ബ്യൂട്ടിയുടെ ഇത് ഇടണമെന്ന് വിചാരിച്ചു. ഇതിന്റെ കയ്യിൽ ഇത് ഭയങ്കര കുറെ നാളായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. കുറച്ച് നാളായത് ഞാൻ വാങ്ങിച്ചിട്ട്, കുറച്ചാൾ 6-7 മാസമായതേ ഉള്ളൂ. ഞാൻ ഒരുപാട് ഉപയോഗിച്ചു. ഞാൻ കേട്ടിട്ടുള്ളത് ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് യൂസ് ചെയ്യരുത്. ചെറുതായിട്ട് ഓർഡറൊക്കെ ഇട്ട് റെഡി ആയിട്ട് പിന്നെ അടച്ചു വെക്കാം. ലൈറ്റായിട്ട് ബ്ലഷ് ഇടാവേ. ടിങ് 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 ടിങ്. യെസ്, എന്നിട്ട് ഇപ്പോഴും എൻ്റെ ഫേസിന് ബ്രൈറ്റ് ആയിട്ടില്ല തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലിപ് ലൈൻ ചെയ്തിട്ട് ലിപ്സ്റ്റിക് ഇടാം. ഭയങ്കര ലിപ്സ്റ്റിക് ഇപ്പൊ നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആവും. ബ്രൈറ്റായി. പിന്നെ ഇവിടെ ക്ലിപ്പ് അവിടെ കളഞ്ഞു വരിക കേട്ടോ, അവിടെ കളഞ്ഞു വരുന്നു ക്ലിപ്പ്. അതുകൊണ്ട് ഞാൻ അപ്പം അവിടുത്തെ മാർക്കറ്റിൽ നിന്ന്, മത്തേരന്റെ മാർക്കറ്റിൽ നിന്ന് ഞാൻ ഒന്നും മേടിച്ചത്. ചീപ്പ് എന്താണെന്നറിയില്ല, ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ അപ്പം കാണുന്നില്ല. മാക്സിമം അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. അതർവൈസ് ഞാൻ കിടന്നിട്ട് ഞാൻ തപ്പിസ്റ്റാണ്. ഞാൻ എത്ര അറേഞ്ച് ചെയ്ത് വെച്ചാലും നല്ല സാധനങ്ങൾ കിടന്ന് തപ്പും. പിന്നെ വൈകുന്നേരം ഞാൻ ചിലപ്പം വന്നിട്ടൊന്ന് ഹെയർ വാഷ് ചെയ്യും. കുളിക്കാറുണ്ട് കേട്ടോ. അവിടെ തന്നെ 3 നേരമൊക്കെയാണ് കുളിച്ചത്. എനിക്ക് ഹെയർ വാട്ടർ എനിക്ക് അറിയില്ല, പക്ഷെ നമുക്ക് ഒരുപാട് എന്താ ഹാർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല വാട്ടർ.
ഓപ്പൺ ഹെയർ ആയിരിക്കും. എൻ്റെ കയ്യിൽ ക്ലിപ്പ് ഉണ്ടാവും. കൊടുക്കണം. I prefer this open hair. ചീപ്പ് നമുക്ക് എടുക്കാം. പോയി നാളെ 2 ഫോട്ടോസ് എടുക്കാനുണ്ട്. ആ സമയത്ത് നമുക്ക് ചീപ്പ് യൂസ് ചെയ്യാൻ. ഓക്കെ, ഈ സൈഡിലോട്ട് ഹെയർ കിടക്കട്ടെ. പ്രശ്നമുണ്ട് കേട്ടോ. കണ്ടോ, ഇങ്ങനെ കയറി കുരുങ്ങുണ്ട്. പക്ഷെ അത് ഇളവാറാവും. അതുകൊണ്ടാണ് തോന്നുന്നു സൂക്ഷിക്കണം കേട്ടോ. ആക്ച്വലി ഇളവാറായി. കണ്ട, നാളെ ആകുമ്പോ 2 ആഴ്ചയാവും കറക്റ്റ് ഞാൻ ഇത് വെച്ചിട്ട്. കഴിഞ്ഞതിന്റെ അന്ന് ഞായറാഴ്ചയാണ് ഞാൻ ഇത് വെക്കുന്നത്. സോ ഐ തിങ്ക് അത് ഇളവാറാം. അതെന്റെ പണി എടുത്തോന്ന് വിചാരിക്കുന്നു. എന്റെ നെയിൽസ് ഒന്ന് വളരുന്ന വരെ വളർന്നു വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഓൾമോസ്റ്റ് റെഡിയായി. നെക്സ്റ്റ് is getting out of the room. Let's go. അതാണ് ഇതാണ് എൻ്റെ കോച്ച് ന്യൂയോർക്ക്. എൻ്റെ മാരേജ് ഗിഫ്റ്റ് ആണ് കേട്ടോ. മാരേജിന് എൻ്റെ ചേച്ചി ഫ്രണ്ട് കൊടുത്തതായിരുന്നു. സോ ദിസ് ബേബി മൈ ലുക്ക് ഇച്ചിരി ഓഫ് ഷോൾഡർ. ആക്ച്വലി ഇത് ഓഫ് ഷോൾഡർ ഡ്രസ്സാണ്. ഞാൻ ഇത്ര ഓഫ് ഷോൾഡർ ഇടാതെ ഇങ്ങനെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. ഓക്കെ, അങ്ങനെ ഞാൻ റെഡിയായി. ഞാൻ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് പോകുന്നത് ജിയോ വേൾഡ് പ്ലാസയിലോട്ടാണ് കേട്ടോ. അപ്പം ഇവിടെ ആണെങ്കിൽ ഈ പോകുന്ന വഴിക്കാണെങ്കിൽ നമുക്ക് സിറ്റി സെൻറ്ററും അതുപോലെ തന്നെ ഇത് മെട്രോ ബ്രിഡ്ജാണെന്ന് തോന്നുന്നു. സൈഡിൽ കാണുന്ന നമുക്ക് മെട്രോ ബ്രിഡ്ജാണ്. അതിൻ്റെ പണി തുടങ്ങിയിട്ടില്ല. അതൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ സിറ്റി സെൻറ്ററിൻ്റെ ആ ഒരു സൈഡിലോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിക്ക് ബ്ലോക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അങ്ങോട്ട് പോയപ്പോൾ വലിയ രീതിക്ക് ബ്ലോക്ക് കിട്ടിയില്ല. ബട്ട് തിരിച്ചു വന്നപ്പോൾ നല്ല പെയ്യാണ് നമ്മളുടെ ക്യാബ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. നല്ല സമയം എടുത്തു തിരിച്ച് നമുക്ക് വരാൻ. സോ നമുക്ക് ആദ്യമേ ഒരു പ്ലാനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യത്തെ നമ്മളുടെ ഫസ്റ്റ് ഡേയിലെ പ്ലാനിങ് എല്ലാം നമുക്ക് പക്കയായിട്ട് പോകാൻ പറ്റും കേട്ടോ. ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്നിട്ട് ഉടനെ ഫ്രഷ് കഴിക്കുക. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഇറങ്ങുക. ഫസ്റ്റ് ജിയോ വേൾഡ് പ്ലാസയിലോട്ട് തന്നെയാണ്. ജിയോ വേൾഡ് ഡ്രൈവ് അങ്ങോട്ടാണ് നമ്മൾ പോവാന്ന് വിചാരിച്ചത്. സോ നമ്മൾ ഫസ്റ്റ് അങ്ങോട്ട് തന്നെ പോയി. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ മുംബൈയിലെ, എനിക്ക് അറിയാവുന്നൊരു വിവരം പറയാം, നമ്മൾ മുംബൈയിൽ ഭയങ്കര മീൻസ് എന്താണ്, ഒരു ഭയങ്കര സെറ്റപ്പ് ആയിട്ടുള്ളൊരു മോളാണ്. നമ്മുടെ ലുലുവിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മോളാണ്. അപ്പം നമുക്ക് ലുലു മോളിലാണെന്നുണ്ടെങ്കിൽ സാധാരണ ലോക്കൽ ആളുകളെയും മിഡിൽ ക്ലാസ് ആളുകളെയൊക്കെ കാണാൻ പറ്റും. ബട്ട് ഇവിടെ ആണെങ്കിൽ എനിക്ക് തോന്നിയത് കുറച്ചൊരു ഹൈഫൈ ഫാമിലീസ് അല്ലെങ്കിൽ ഹൈഫൈ ആളുകളെ മാത്രമാണ് കേട്ടോ ഇവിടെ കാണാൻ പറ്റുന്നത്. അതായത് വെറുതെ വന്ന് ഇതിങ്ങനെ കാണുന്നത് ഭയങ്കര കുറവായിട്ട് തോന്നി. ഐ മീൻ നമ്മളുടെ എല്ലാ മീൻസ് ലുലുവിലെ പോലെ എല്ലാ ബ്രാൻഡ്സും ഇവിടെ ഇല്ല. ഇവിടെ ഉള്ള ബ്രാൻഡ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് എന്താ പറയുന്നത്, കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ബ്രാൻഡ്സ് ആണ്. അപ്പം ഞാനിപ്പം കാണിച്ച പിക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ അവർ വെച്ചിരിക്കുന്ന ഒരു പിക്കാണ്. നല്ല പിക്കാണ് കേട്ടോ. ഐ മീൻ എന്തുകൊണ്ട് അത് ഉണ്ടാക്കിയേക്കുന്നതെന്ന് എനിക്കറിയില്ല, ബട്ട് നല്ല രസമുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ ഇതിനകത്തോട്ട് കയറി. നമുക്ക് സ്കാനിങ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഇൻഫോസിസിൽ ഞങ്ങൾ കയറുന്നതിന് മുന്നേ മറ്റേ ബാഗും എല്ലാം സ്കാൻ ചെയ്യാനായിട്ട് വിടുമല്ലോ, അതുപോലെ വിട്ടു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കയറി. അപ്പോൾ എനിക്ക് ഫസ്റ്റ് എൻ്റെ കണ്ണിലോടൊക്കെ എനിക്കറിയാവുന്ന ഒരു ബ്രാൻഡ് ടിറയാണ്. ടിറ എനിക്ക് എൻ്റെ ഓർമ്മയിൽ ലുലുവിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അഡിഡാസ് നമ്മളുടെ
ലുലുലുള്ള ബ്രാൻഡ് തന്നെയാണ്. പിന്നെ ഡയോ പെർഫ്യൂം ഒക്കെ ഇല്ലേ, അപ്പൊ അതിന്റെ ഒരു ബ്രാൻഡ് കണ്ടു. പിന്നെ ഒബ്രോയ് കണ്ടു. പിന്നെ മൈക്കിൾ കോഴ്സിന്റെ ബ്രാൻഡ്, ഐ മീൻ അതിന്റെ സ്റ്റോറ് ഇന്ത്യയിലുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. സീരിയസ്ലി എനിക്കറിയില്ലായിരുന്നു. മൈക്കിൾ കോഴ്സ് നമ്മൾ USA എന്നൊക്കെ എല്ലാവരും വരുമ്പോൾ നമ്മളിവിടെ ബാഗ് ചെയ്ത് വേണം ചോദിക്കും. എൻ്റെ ചേച്ചി എനിക്ക് മൈക്കിൾ കോഴ്സിന്റെ ബാഗ് കൊടുത്ത് തന്നിട്ടുണ്ട്. സോ മൈക്കിൾ കോഴ്സ് ആ ഒരു ബ്രാൻഡ് ഐ മീൻ അതിന്റെ ബാഗ്സ് ഒക്കെ ഇവിടെ ഇന്ത്യയിൽ കിട്ടുന്നുള്ള കാര്യം എനിക്ക് അത്ര അറിയില്ലായിരുന്നു. സോ മൈക്കിൾ കോഴ്സിന്റെ ബാഗ് കണ്ടു, സ്റ്റോറ് കണ്ടു. പിന്നെ ഡീസലും എനിക്ക് അത്യാവശ്യം നല്ല ബ്രാൻഡാണ്. അതും എനിക്ക് ലുലുലുണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല. ഡീസൽ, പിന്നെ ബോസ് നമുക്ക് ലുലുലുണ്ടെന്ന് തോന്നും. അങ്ങനെ കുറെ അത്യാവശ്യം നല്ല ബ്രാൻഡ്, അത് ഞാൻ പറഞ്ഞ ബ്രാൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. നല്ല ബ്രാൻഡ്സ് മാത്രമേ ഇവിടെ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നൈക്ക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബ്രാൻഡാണ്. പക്ഷെ ആ ഒരു ബ്രാൻഡേ ഇവിടെ ഉണ്ടായിരുന്നില്ല. അത് പുറത്ത് ഞങ്ങൾ മറൈൻ ഡ്രൈവിന്റെ അടുത്ത് കണ്ടു. അതിന്റെ ഒരു കോലം ഒന്ന് കാണണം. ഒരു പൊടിയൊക്കെ പിടിച്ച് ആകെ നശിച്ച് കിടക്കുന്ന ഒരു ഷോറൂം ആയിരുന്നു ഈ നൈക്കയുടെ. പിന്നെ നമുക്ക് ഇങ്ങനെ എനിക്ക് തോന്നുന്നത് നാവിഗേറ്റിംഗ് റോബോ ആണെന്ന്. നാവിഗേറ്റിംഗ് റോബോ ഞങ്ങൾക്ക് രണ്ട് മൂന്നെണ്ണം ഞങ്ങൾക്ക് കാണാൻ പറ്റി. അങ്ങനെ ഞങ്ങള് ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ കാമ ആയുർവേദിക്സിന്റെ, അത് നമ്മളുടെ ലുലുലുണ്ട്, അത് കണ്ടു. പിന്നെ പോൾ സ്മിത്തിന്റെ കണ്ടു, ബ്രോക്സ് ബ്രദേഴ്സിന്റെ കണ്ടു. അങ്ങനെ കുറേ ബ്രാൻഡ്സ്. പിന്നെ എനിക്ക് കൂടുതലും അറിയാത്ത ബ്രാൻഡ്സ് ആണ്. സാൻഡ്രോ നമ്മൾ കേട്ടിട്ടുള്ള ബ്രാൻഡ്സ് ആണ്. അങ്ങനെ അത്യാവശ്യം നമുക്ക് അറിയാവുന്ന കുറേ ബ്രാൻഡ്സ് കണ്ടു, അറിഞ്ഞൂടാത്ത കുറേ ബ്രാൻഡ്സ് കണ്ടു. അങ്ങനെയൊക്കെ കാണാൻ പറ്റി. പിന്നെ ഇതിന്റെ അങ്ങേ അറ്റത്ത് നമുക്ക് ആപ്പിളിന്റെ ഷോറൂം കാണാൻ പറ്റും കേട്ടോ. അത് ഭയങ്കര വലിയൊരു ഷോറൂമാണ്. ഇത് പോൾ സ്മിത്തിന്റെയാണ്. ഭയങ്കര വലിയൊരു ഷോറൂമാണ്, ദേരോൺ ഷോറൂമാണ്. അത് 2 ഫ്ലോറിലായിട്ടാണ്. ഡൗൺ ഫ്ലോറിലും ഉണ്ട്, ഫസ്റ്റ് ഫ്ലോറിലും ഉണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ കയറില്ല. ആക്ച്വലി അവിടെ നല്ല തിരക്കായിരുന്നു. അപ്പം പിന്നെ എനിക്ക് അങ്ങോട്ട് കയറാനായിട്ട് തോന്നിയില്ല. പിന്നെ ഗസ്സിന്റെ ഷോറൂം കണ്ടു. ഞങ്ങൾ ഗസ്സിന്റെ ഷോറൂമിൽ കയറിയായിരുന്നു. എൻ്റെ ബാഗ് ഗസ്സാണല്ലോ, അപ്പോൾ എനിക്ക് കയറി നോക്കാൻ ആഗ്രഹമല്ല, ജസ്റ്റ് നോക്കാം അവിടെ എന്തൊക്കെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ ഒന്ന് കയറിയായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ ആപ്പിളിൻ്റെ ഷോറൂം കേട്ടോ. ഈ ഒരു ഫ്ലോറിലും ടോപ്പ് ഫ്ലോറിലും അങ്ങനെ 2 ഫ്ലോറിലായിട്ടാണ് ഇതുള്ളത്. അങ്ങനെ കുറേ ബ്രാൻഡ്സൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് ഗസ്സിൻ്റെ ഷോറൂം, എനിക്ക് ഗസ്സിൻ്റെ ഷോറൂമിലാണ് നമ്മൾ കയറിയത്. അവിടുത്തെ ബാഗ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഗസ്സിൻ്റെ അവിടെ കയറി. അതുപോലെ തന്നെ നൈക്കിയുടെ അവിടെ കയറിയായിരുന്നു. ഷൂസും അതുപോലെ തന്നെ ഡ്രസ്സസും ഒക്കെ നോക്കാനായിട്ട്. എനിക്ക് ഷൂസിനെയും കണ്ടില്ല അവിടെ കുറച്ച് നമ്മളെ സ്പോർട്സ് വെയേഴ്സ് ഉണ്ട്. എന്ത് കംഫർട്ടബിൾ ആണെന്നറിയാം, നമുക്ക് തൊട്ട് നോക്കുമ്പോഴേ അറിയാം. 5500 അത്രയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു നമുക്കിപ്പോൾ അത് ഇവിടുന്ന് മേടിച്ചില്ലെങ്കിൽ ഓൺലൈൻ മേടിക്കാം. കാരണം നമ്മളുടെ ബോഡിയിൽ ഭയങ്കര ബോഡി ഹഗ്ഗിങ് ആയിട്ട് നമുക്കൊരു സ്പെഷ്യൽ സ്ട്രക്ചർ തരുന്ന കുറേ സ്പോർട്സ് ഡ്രസ്സസൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നൈക്കിയുടെ അവിടെയൊക്കെ കയറി നിന്നു. പിന്നെ ഞങ്ങൾ അപ്പോൾ ഇതാണ് നമ്മളൊരു ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഏകദേശം ഒരു സംഭവങ്ങൾ. ഇവിടുന്ന് പിന്നെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ പോയി നമുക്ക് അവിടെ സാൻഡ് കാണാൻ പറ്റി, ഫോറസ്റ്റ് എസെൻഷ്യൽ കാണാൻ പറ്റി, സൂപ്പർ ഡ്രൈ കാണാൻ പറ്റി, പ്രിറ്റേ മാനേജർ, അങ്ങനെയുള്ള കുറച്ച് നമുക്കറിയാവുന്ന പേര് കേട്ടിട്ടുള്ള കുറച്ച് ബ്രാൻഡ്സ്. ഇതുണ്ടല്ലോ നല്ല ഭംഗി, നമ്മൾ കയറി ചെല്ലുമ്പം കാണുന്ന ഒരു ബ്രാൻഡാണ്. അത് നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഇതൊക്കെ ആക്ച്വലി ഹോം ഡെക്കോർ ഐറ്റംസ് ആയിരുന്നു എനിക്ക് തോന്നിയത്. സെക്കൻഡ് ഫ്ലോറിൽ കൂടുതൽ, ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക്, ഗ്രൗണ്ട് ഫ്ലോർ അല്ല ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് കൂടുതലും കാണാൻ പറ്റും. സൂപ്പർ ഡ്രൈ ഒക്കെ നമ്മുടെ ലുലുലും ഉണ്ട്. പിന്നെ പ്രിറ്റേ മാനേജർ എന്ന് പറയുന്നത് ആക്ച്വലി എനിക്കറിയില്ല സംഭവം എന്താണെന്ന്. അതൊരു കോഫി ഷോപ്പ് പോലാണ് എനിക്ക് തോന്നിയത്. കറക്റ്റ് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. സോറി ഏട്ടാ, ഞാൻ കൂടെ മൂക്ക് വലിക്കുന്നുണ്ട്. എനിക്ക് നല്ല ഫീവറാണ്. അതുകൊണ്ട് എനിക്ക് നല്ല എന്താ പറഞ്ഞാൽ മൂക്കിൽ ഭയങ്കര വല്ലാത്തൊരു പെയിൻ. എനിക്ക് അറിയില്ല എന്താണ്. ഇപ്പം ഈ ചൂട്, ചില ദിവസം തണുപ്പ്, അങ്ങനെ കാലാവസ്ഥകൾ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. എനിക്ക് പിന്നെ ഞാൻ അലർജിക്കും കൂടാണ്. ഡസ്റ്റിനൊക്കെ ഞാൻ അലർജിയാണ്. അതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറച്ച് ദിവസം കൊണ്ട്. പിന്നെ ഇതിങ്ങനെ എഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് ലാഗാവും. കാരണം ഞാൻ നെക്സ്റ്റ് ഡേ ട്രിവാൻഡ്രം പോവുകയാണ്. സോ ട്രിവാൻഡ്രം പോയി ഞാൻ 2 വീക്സ് കഴിഞ്ഞിട്ടേ പിന്നെ ട്രിവാൻഡ്രത്തുനിന്ന് വരത്തുള്ളൂ.
അപ്പോൾ വീഡിയോ ഭയങ്കരമായിട്ട് ഡിലേ ആവും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ വീഡിയോ എഡിറ്റത്. നല്ല ലേറ്റായി, എന്നിട്ട് ഞാൻ എഡിറ്റ് ചെയ്യാതിരിക്കണം, അല്ലെങ്കിൽ പിന്നെ ഇതിനെ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ ഇങ്ങനെ പോവായിരുന്നു. ഫസ്റ്റ് ഫ്ലോറിൽ ഞാൻ പറഞ്ഞ ഫോറസ്റ്റ് എസെൻഷ്യലിൻ്റെ അത് കണ്ടു. പിന്നെ എന്താ, ഫോറസ്റ്റ് എസെൻഷ്യലും സാൻഡും, അത് രണ്ടുമാണ് എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ള ബ്രാൻഡ്. അപ്പോൾ ഞാൻ ഫോറസ്റ്റ് എസെൻഷ്യൽ കണ്ടപ്പം ഞാൻ നീനുടെ അടുത്ത് പറയായിരുന്നു, ഫോറസ്റ്റ് എസെൻഷ്യലിൻ്റെ ഒരു എന്താ ഫേസ് വാഷ് എൻ്റെ കയ്യിലുണ്ട്, 1500 റുപ്പീസ് എങ്ങാണ്ട്, അതിന് എനിക്ക് 6 മാസത്തേക്ക് യൂസ് ചെയ്യണമെന്ന്. ആക്ച്വലി അത് തീർന്നു. എനിക്കത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് പിമ്പിൾസ് ഒക്കെ നന്നായിട്ട് കുറയുന്നുണ്ടായിരുന്നു. പുതിയ പിമ്പിൾസ് വരാനുള്ള ചാൻസസ് ഭയങ്കര കുറവായിരുന്നു ഫോറസ്റ്റ് എസെൻഷ്യലിൽ. പിന്നെ ഞാൻ ഇപ്പം വീണ്ടും ഫേസ് വാഷ് മാറ്റി ഞാൻ വേറെ ഏതെങ്കിലും ഒരു ആക്നെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഫേസ് വാഷ് വാങ്ങിക്കാൻ നൈക്കിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം, എന്താ നമുക്ക് അവിടെ നമുക്കൊന്നും മേടിക്കാൻ പറ്റില്ല കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ അത്ര പ്രിപ്പയർഡ് ആയിരിക്കണം, അത്രയും ക്യാഷൊക്കെ കൊണ്ടായിരിക്കണം നമുക്ക് വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു 3000-നകത്ത് നമുക്ക് എന്തെങ്കിലും മേടിക്കാൻ പറ്റുമെങ്കിൽ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞാല് നമുക്കൊരു 3000-ന്റെ അകത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും മേടിക്കാം. അതല്ലെങ്കിൽ നമുക്ക് മേടിക്കാൻ ഞാൻ പറഞ്ഞില്ല, അത്ര പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പൊ ഞങ്ങളിവിടെ വന്നത് ആക്ച്വലി സാധനങ്ങളൊക്കെ കാണാനും സ്ഥലങ്ങളൊക്കെ കാണാനും ഒക്കെ തന്നെയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ നമ്മളെ ഫോറസ്റ്റ് എസെൻഷ്യലിന്റെ ബ്രാൻഡ്, ആക്ച്വലി ഈ ഷോപ്പ് നമുക്ക് ലുലുവിലും കാണാം. അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് അവരുടെ സാധനങ്ങള്, നല്ല സാധനമാണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ എനിക്ക് പിമ്പിൾസ് ഒക്കെ നന്നായിട്ട് കുറഞ്ഞായിരുന്നു അവരുടെ ഫേസ് വാഷ് യൂസ് ചെയ്തപ്പോൾ. പിന്നെ അഞ്ചു അവിടെ സെറാസ്കയിൽ കയറി അവൾ കുറച്ച് ജുവൽസും കാര്യങ്ങളും ഒക്കെ നോക്കി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് വേറെ അവിടെ ഹൈപ്പർ മാർക്കറ്റിൽ മാത്രമേ കയറാനുണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് ഹൈപ്പർ മാർക്കറ്റിൽ എന്തുണ്ട് എന്ന് നോക്കണമായിരുന്നു. പിന്നെ ഞാൻ അവിടെ ഏറ്റവും കൂടുതൽ കണ്ട ഒരു പെറ്റായിരുന്നു ടോയ് പോഡിൽ കേട്ടോ. ഒരുപാട് പേര് ഞാൻ അവിടെ പെറ്റിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ടോയ് പോഡലിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ ഒരു പെറ്റിനെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളുടെ തൃഷയുടെ പെറ്റ്, പിന്നെ വേറെ ഏതുണ്ട്, ആദില, നൂറ, അവരുടെ കയ്യിലൊക്കെയാണ് ഞാൻ ഇതങ്ങനെ കണ്ടിട്ടുള്ളത്. വേറെ ആരുടെയും കയ്യിൽ ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പൊ അത്ര ആ 2 പേരുടെ കയ്യിൽ ഞാൻ എപ്പോഴും കാണുന്നതായിരുന്നു. പിന്നെ ഇവിടെ നമുക്ക് നല്ല കോഫി പൗഡർ അങ്ങനെ എല്ലാം ഉണ്ടായി. ഞങ്ങൾ ഇവിടുന്ന് ഡ്രിങ്ക്സ് എല്ലാം മേടിക്കാന്ന് വിചാരിച്ചതാണ്. പിന്നെ അവിടെ തന്നെ അത് പിന്നെ എടുത്ത് ക്യൂ ഒക്കെ നിന്ന് പേ ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു മടി കാരണം അവിടുന്ന് ഞങ്ങൾ ഒന്നും എടുത്തില്ല. ഞങ്ങൾ ജസ്റ്റ് അവിടുന്ന് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അവിടെ വേ പ്രോട്ടീന്റെ ഒക്കെ ഷോപ്പ് അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു ചെറിയ. അപ്പൊ അവിടെയൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ ജസ്റ്റ് ചുമ്മാ ഇറങ്ങിയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ. അവിടുന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നെക്സ്റ്റ് ഊബർ പിടിച്ച് അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ മെട്രോ ബ്രിഡ്ജ്. അതിന്റെ പണി നടക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ മെട്രോ ഒന്നും സ്റ്റാർട്ട് ചെയ്യില്ല. ഈ ഒരു ഏരിയയിൽ അത് സ്റ്റാർട്ട് ചെയ്തില്ല. പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ അറിയില്ല എത്രത്തോളം സ്ലോ ആയിട്ടാണ് ഞങ്ങൾക്ക് തിരിച്ചുള്ള ഊബർ. ഭയങ്കര എഴഞ്ഞായിരുന്നു കേട്ടോ അത് പൊക്കോണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ പോകുന്ന സമയത്ത് ചെറുതായിട്ട് സൺസെറ്റ് ഒക്കെ ആയി തുടങ്ങായിരുന്നു. അപ്പൊ നമുക്ക് ചെറിയ രീതിക്ക് അതിന്റെ വ്യൂ ഒക്കെ കിട്ടി.
ഐ മീൻ എനിക്ക് ക്യാമറയിൽ അത്രയും കിട്ടിയില്ല, പക്ഷെ നേരിട്ട് കാണാനായിട്ട് കുറച്ച് ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് നല്ലൊരു വ്യൂ ആണ് കേട്ടോ കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ ഊബറിൽ നെക്സ്റ്റ് പോകുന്നത്, ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ മറൈൻ ഡ്രൈവ് ആണോ, മറൈൻ ഡ്രൈവില് നെക്സ്റ്റ് ഏരിയ ഐ മീൻ നമ്മളുടെ സാധാ ഏരിയയില് അതിന്റെ ഒരു ബാക്ക് സൈഡ് ആയിട്ട് വരും. അപ്പൊ അങ്ങോട്ടാണ് ഞങ്ങളുടെ നെക്സ്റ്റ് യാത്ര. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് നമ്മളുടെ സീലിംഗ് നമുക്ക് കാണാൻ പറ്റി. ഇതാണ് നമ്മളെ സീലിംഗ്. സീലിംഗ് എന്ന് പറഞ്ഞാൽ ഓലിയും ബാൻഡയും നമ്മൾ കണക്ട് ചെയ്യുന്നതാണ് ഈ സീലിംഗ് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ആക്ച്വലി ഞങ്ങള് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ അങ്ങോട്ട് തന്നെയാണ്. ഈ ഒരു സീലിംഗിൽ പോയിട്ട് നമുക്കൊരു നൈറ്റ് റൈഡ് എടുക്കണം. കാരണം സീലിംഗിൽ നമുക്ക് നൈറ്റിൽ നല്ല രീതിക്ക് ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് നല്ലൊരു വ്യൂ ഒക്കെ കിട്ടും. ഈ ഒരു സീലിംഗ് നമുക്ക് കാണാൻ പറ്റുന്ന ഏത് വീഡിയോ, ഓക്കെ, ബിഗ് നമ്മളുടെ മൈ ബോസില് ഈ ഒരു സീലിംഗ് നമുക്ക് കാണാൻ പറ്റും. ദിലീപ് അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ ഒരു സീലിംഗ് നമുക്ക് ഇവിടെ ദൂരം തന്നെ കാണാൻ പറ്റി. പിന്നെ ഇതാണ് നമ്മുടെ ഈ സൺസെറ്റിന്റെ ആ ഒരു സമയത്തുള്ള ഒരു സ്കൈന്റെ വ്യൂ ആണ് കേട്ടോ. നല്ല രസമാണ്. പിന്നെ ഈ ഒരു സ്ഥലത്തോട്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ നമ്മൾ ഇവിടുന്ന് കേറുമ്പോ, ഈ ഒരു സ്ഥലത്തോട്ട് കേറുമ്പോ നമുക്ക് കാണാൻ പറ്റും ദിസ് ഈസ് ഹോം, ദിസ് ഈസ് മൈ ബാന്ദ്ര, ദിസ് ഈസ് ഹോം, ദിസ് ഈസ് ബാന്ദ്ര, അങ്ങനെ ഒരു ബോർഡും ക്യാപ്ഷൻസും ഒക്കെ കാണാം. അവിടെ നിന്ന് പിന്നെ നമ്മൾ ഇത് മറൈൻ ഡ്രൈവിന്റെ ഒരു ബാക്ക് സൈഡ് എന്ന് പറയും, നെക്സ്റ്റ് സൈഡ് എന്ന് പറയാം. സോ ഞങ്ങൾ അതിലേ നടന്നു. അപ്പൊ ഞങ്ങളുടെ ഒരു വിചാരം ഇതിലേ നടന്ന് നമ്മൾ നോക്കുമ്പോൾ സീലിംഗ് കാണുന്നുണ്ടല്ലോ, സോ അതിനടുത്തോട്ട് നമുക്ക് ചെല്ലാം എന്നുള്ള രീതിയാണ്. ഇത് ആക്ച്വലി ഒരു പാർക്ക് പോലെയൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ മറൈൻ ഡ്രൈവിന്റെ ആ ഒരു കറക്റ്റ് പ്രോപ്പർ മറൈൻ ഡ്രൈവിന്റെ അത്ര റഷ് ഉണ്ടായിരുന്നില്ല. അവിടെ ഭയങ്കര റഷ് അല്ലേ, ഇവിടെ അത്ര റഷ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങള് എന്താണ് തിരിച്ച് ഐ മീൻ കുറച്ചു നേരം അതിലേ നടന്ന് അവിടെ ഇരുന്നിട്ട് നമ്മൾ ആ സീലിംഗിന്റെ അടുത്തോട്ട് നമുക്ക് ഇതുവഴി മൂവ് ചെയ്യാന്നാണ് വിചാരിച്ചത്. ബട്ട് ആ ഒരു പരിപാടി നടന്നില്ല. ഞങ്ങള് തിരിച്ചു വരേണ്ടി വന്നു. അവിടുന്ന് കുറച്ച് നടന്ന് കുറച്ചു നേരം അവിടേക്ക് ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് മറൈൻ ഡ്രൈവിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് വരേണ്ടി വരുന്നു ഈ സീലിംഗിന്റെ അടുത്തോട്ട് പോവാനായിട്ട്. അവിടെ പിന്നെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ ആ സൺസെറ്റിന്റെ സമയത്ത് നമുക്ക് കിട്ടിയ ഒരു വ്യൂ ആണ്, അടിപൊളിയാണ്. ഒരു ക്ലൗഡൊക്കെ ഭയങ്കര റെഡിഷ് ആയിട്ട് ഇരുന്നിട്ട് നല്ല രസമായിരുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ ആ ഒരു ഈവനിങ് സമയത്തുള്ള ഞങ്ങൾക്ക് കിട്ടിയ ഒരു വ്യൂ. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ചു നേരം ഇരുന്നിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ചു വന്നു കേട്ടോ. തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നാണ് നെക്സ്റ്റ് ഊബർ പിടിച്ച് അവിടെ അദാനി റിയാലിറ്റി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് അവരുടെ എന്തോ ഒരു സ്റ്റാർട്ടപ്പോ സംതിങ് വരികയാണെന്ന് എനിക്ക് തോന്നി. പിന്നെ ഇതാണ് നമ്മളുടെ സീലിംഗ്. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പണി കിട്ടിയതല്ല. ഞങ്ങൾ വിചാരിച്ചത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ എന്താണ് ലൈറ്റ്സ് ഒക്കെ കണ്ടിട്ട് അടിപൊളിയായിരിക്കുന്നു. പക്ഷെ അത് അങ്ങനെ എല്ലാ ദിവസവും ലൈറ്റ്സ് ഉണ്ടാവില്ല. ഇൻഡിപെൻഡൻസ് ഡേ അങ്ങനെയുള്ള സ്പെഷ്യൽ ഡേയ്സിൽ മാത്രമേ അവിടെ ലൈറ്റ്സ് ഓൺ ചെയ്യുള്ളൂ. അതാണ് നമ്മളുടെ അവിടുന്ന് ഊബർ ചേട്ടൻ പറഞ്ഞ വിവരം. അതുപോലെ തന്നെ CSTയുടെ കേസിലും അവിടെ ലൈറ്റ്സ് ഉണ്ടാവും. പക്ഷെ അതിന്റെ
അറ്റ് പീക്ക് എന്നൊക്കെ പറയുന്നത് അത് അപ്പോഴല്ല, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡേയിൽ മാത്രമേ നമുക്ക് ഫുൾ ലൈറ്റിൽ കാണാൻ പറ്റും. ഈ സീലിംഗ് ആക്ച്വലി ഞങ്ങൾക്ക് കുറച്ചൊരു ഡിസപ്പോയിന്റിങ് ആയിരുന്നു, കാരണം ഞങ്ങൾ ലൈറ്റ്സിൽ കാണാന്നൊക്കെ വിചാരിച്ചായിരുന്നല്ലോ. പക്ഷെ അത് കാണാതിരുന്നപ്പോ കുറച്ച് ബുദ്ധിമുട്ടായി. ഇത് നമ്മളെ ബാൻഡ്ര സൈഡാണ് കേട്ടോ, നമ്മളെ ആന്റലീനയൊക്കെ ഇവിടെയാണ് വരുന്നത്. ആക്ച്വലി നമ്മൾ ഈ പോകുന്ന വഴിക്ക് അത് കാണാൻ പറ്റും. അങ്ങോട്ട് പോയപ്പോൾ നമുക്ക് കറക്റ്റ് എനിക്ക് ആ ബിൽഡിംഗ് കിട്ടിയില്ല. തിരിച്ചു വന്ന സമയത്ത് അത് ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ ഇടാം. അതിനകത്ത് അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു അവരെ വീട് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോയിൽ അത് കാണുന്നുണ്ടെങ്കിൽ ഏത് സെക്കൻഡാന്ന് പറഞ്ഞാൽ മതി കേട്ടോ, അപ്പൊ ബാക്കിയുള്ളവർക്കൂടെ അറിയാലോ. ഞാൻ ഇതിനകത്ത് എനിക്ക് കറക്റ്റ് ഇതിനകത്ത് അറിയാൻ പറ്റുന്നില്ല. ആക്ച്വലി ഒരു 2 ട്വിൻ ടവർ ഉണ്ട്. ഈ ട്വിൻ ടവറിന്റെ നടുക്കായിട്ടാണ് ഒരു ആന്റലീന വരുന്നത്. അങ്ങനെ ഞങ്ങള് മുംബൈയുടെ നൈറ്റ് ലൈഫ് ഒക്കെ ഇങ്ങനെ കണ്ടുപോണ്. അവിടെ കുറെ റൗണ്ട് റോഡ്സ് ഉണ്ട് കേട്ടോ, റൗണ്ട് ഷേപ്പിൽ നല്ല റോഡ്സ് ഉണ്ട്. പിന്നെ ഇങ്ങനെ വെറുതെ പോകും, നമ്മള് ഫസ്റ്റ് ടൈം പോയത് കൊണ്ടായിരിക്കും വെറുതെ പോകുന്നത്. നല്ല രസമാണ്, ഭയങ്കര എൻജോയബിൾ ആയിരുന്നേ. അങ്ങനെ ഞങ്ങള് ഇങ്ങനെ പോയിട്ട് നേരെ ചെന്നത് ഹാജി അലിയിലോട്ടാണ്. അപ്പൊ നമ്മൾ മുംബൈ ഒത്തന്റിക് ഹാജി അലി അതെന്തായാലും നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണല്ലോ. പിന്നെ നമുക്ക് ഈ 2 days മുംബൈയിലെ എല്ലാ ഏരിയാസും കവർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഞാൻ അവിടെ ഒരു ചൈന ടെമ്പിളിനെയൊക്കെ പറ്റി കേട്ടിട്ടുണ്ട്, അതെവിടെയൊക്കെ പോകണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ അത്രയൊന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഹാജി അലിയിൽ ചെന്നു. ഹാജി അലിയിൽ ചെന്നിട്ട് ഫസ്റ്റ് ഞങ്ങള് ഒരു കുപ്പി വെള്ളം ഒന്നല്ല 1, 2, 3 കുപ്പി വെള്ളം വാങ്ങിച്ച് ഞങ്ങൾ കുടിക്കുകയാണ് ചെയ്തത്. അത്രയ്ക്ക് ദാഹിച്ചിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ഡെസേർട്ട് ഓർഡർ ചെയ്തു. ഞാൻ കുനാഫ ഓർഡർ ചെയ്തു, ഒരാള് മാംഗോ ഓർഡർ ചെയ്തു, ഒരാള് ബ്ലൂബെറി ഓർഡർ ചെയ്തു. എന്റെ പൊന്നോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. മേ ബി ഞാൻ ഈ പറഞ്ഞതുപോലെ വിശന്നിരുന്നോണ്ടായിരിക്കും ഞങ്ങൾക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലിച്ചിയും കൂടെ ഓർഡർ ചെയ്തു. പക്ഷെ എനിക്ക് ലിച്ചി അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, അതാ എനിക്ക് തോന്നി. വിശന്നിരുന്നോണ്ടാണോന്ന് അറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ അവിടെ മീൻസ് ഞങ്ങൾ 3 ആദ്യം കഴിച്ചല്ലോ. കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനും മീനും കൂടെ സ്പൂൺ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക വെക്കാതെ, കാരണം എനിക്ക് അടുത്തത് കഴിക്കാൻ വേണ്ടിട്ട്. അങ്ങനെ ഫുഡ് കണ്ട് ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാനാണ്. ഇവിടെ എനിക്ക് ഈ റോഡ് ക്രോസ് ചെയ്യുന്നത് അതൊക്കെ എനിക്ക് അറിയില്ല കേട്ടോ, എങ്ങനെയാ പറഞ്ഞു തരേണ്ടത്. കാരണം റോഡ് ക്രോസിംഗ് ഒക്കെ ഭയങ്കര പാടാണ്. അവരുണ്ടല്ലോ നമ്മൾ ഊബറുകാര് എവിടെയെങ്കിലും കൊണ്ടങ്ങ് നിർത്തുമോ നീ, ഇതങ്ങ് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ്, ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ട് നിർത്തിയിട്ട് തിരക്കാണ്, ഭയങ്കര ബ്ലോക്കാണ്. അതുപോലെ തന്നെ സിഗ്നൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർ പറയും ഇറങ്ങിക്കോളാൻ പറയും. എനിക്ക് എങ്ങനെ ഇറങ്ങണം, എങ്ങോട്ട് ഇറങ്ങണം, എനിക്ക് ആകെ കൺഫ്യൂഷനായി. പിന്നെ എനിക്ക് റോഡ് ക്രോസിങ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കേസാണ്. അങ്ങനെ പിന്നെ ഇവരെല്ലാരും കൂടെ എന്നെ പിടിച്ചോണ്ട് ഓടുകയാണ് ചെയ്തത്. ഇവിടെ ഇങ്ങനെ ട്രാഫിക് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, നമുക്ക് അതുമായിട്ട് അന്ന് അലൈൻ ചെയ്ത് വരാൻ കുറച്ച് പാടാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഹാജി അലിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മള് ഓപ്പോസിറ്റ് റോഡിൽ പോകണം. ഈ ഓപ്പോസിറ്റ് റോഡിൽ പോകാൻ നമുക്ക് ഇതിനൊരു പാത്തുണ്ട്. അപ്പൊ ഈ ഒരു പാത്തിലൂടെ വേണം ഞങ്ങൾ ഓപ്പോസിറ്റ് റോഡിലോട്ട് പോകാം. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഓപ്പോസിറ്റ് റോഡിലൂടെ പോവാണ്. അവിടെ ചെന്നിട്ട് പിന്നെ നെക്സ്റ്റ് ഊബർ കിട്ടാനായിട്ട്. ഊബർ കിട്ടാനൊന്നും പാടില്ല, പക്ഷെ ഇത് ഡ്രോപ്പ് ചെയ്യുന്ന സ്ഥലങ്ങള് കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഭയങ്കര സുഖകരമല്ല, നമ്മളൊന്ന് ക്രോസ് ചെയ്യാനൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അങ്ങനെ ഞങ്ങൾ നടന്ന്
നെക്സ്റ്റ് സെഷനിലേക്ക് വന്നിട്ടുണ്ട്. നടന്ന് എൻ്റെ ഉപ്പാട് വന്നു. പക്ഷെ രസമായിരുന്നു കേട്ടോ. എല്ലാവരുമായിട്ട് നമ്മള് നല്ല വൈബുള്ള എല്ലാവരുമായിട്ട് ഒരുമിച്ച് നടക്കാന്ന് പറഞ്ഞ രസമാണല്ലോ. അങ്ങനെ ഞങ്ങള് നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവാനായിട്ടുള്ള ഊബർ എടുക്കാനായിട്ട് നിൽക്കുകയാണേ. ഇത് നമുക്കൊരു ഗ്ലാസ് ബ്രിഡ്ജ് പോലെ ഒരു സ്ഥലമാണ്. ഗ്ലാസ്, അവിടെ കുറെ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സൈഡിൽ കാണുന്നത്, റൈറ്റ് സൈഡിൽ കാണുന്നത്, അതിനകത്തോട് വണ്ടികളൊക്കെ പോകുന്നുണ്ട്. നമുക്ക് തിരിച്ചു വരുമ്പോൾ ആ ഒരു വഴിയാണ് നമ്മൾ വരുന്നത്. പക്ഷെ നല്ല രസമായിരുന്നു, കണ്ടോണ്ട് പോകാനൊക്കെ നല്ല രസമായിരുന്നു. കുറെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തുകയാണ്. അപ്പൊ നമ്മളെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് CST ആണ്, ഛത്രപതി ശിവാജി ടെർമിനൽ. അതായത് മുംബൈയിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ആണത്. അപ്പൊ നമ്മൾ അത് കാണാനായിട്ടാണ് കേട്ടോ പോകുന്നത്. പോകുന്ന വഴിക്ക് നമുക്ക് അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് അവിടെ ലൈറ്റ് എന്തായാലും ഉണ്ടായിരുന്നു. पॉवर कट तो वो ओनली सीलिंग रोड है ना, उधर गया था, उधर भी लाइट नहीं था. അയ്യോ, എനിക്കത് കണ്ടിട്ട് മറ്റേ പാളയത്തെ പള്ളിയെ പോലെ തോന്നുന്നു. हाँ उसमें तो लाइट नहीं है, सीलिंग पे लाइट नहीं है अभी. उतना दूर गया और लाइट नहीं. ना वो डे में घूमना, उस सीलिंग पे जो है ना, ये देखिए लाइट सजा है. लाइट अभी इससे कम है, और लाइट नहीं, इतना तो अच्छा है. हाँ और रहता है. इसको सजाता है ना तो और देखिए अच्छा है हमारे लिए. എനിക്ക് ഈ ഏരിയ മൊത്തം ഒന്ന് കണ്ടിട്ട് പോവാം. ഫോണ് അത് അടിക്കാനുള്ളതാണെന്ന് നമ്മളും അടിക്കും. ഫോണ് ഇവിടെ നിർത്ത് ചേട്ടാ, എന്നിട്ട് നിങ്ങൾ അടിക്കണം. അപ്പൊ ഇവിടെ ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ഞാൻ പറഞ്ഞല്ലോ, ഫുൾ ഓൺ ഫുൾ ലൈറ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ചില പ്രാവശ്യം, ഐ മീൻ ചില ഡേയ്സിൽ മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ നമ്മളുടെ സീലിംഗിന്റെ കേസ് ആളടുത്ത് നമ്മൾ ചോദിച്ചായിരുന്നു, ഈ ഒരു ഊബർ ഏട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോ ആള് പറഞ്ഞു അവിടെ പണി നടക്കുന്നുണ്ട്, അതുകൊണ്ട് അത് ഓഫ് ചെയ്തിടുക, അല്ലെങ്കിൽ ചില ദിവസം നമുക്ക് കിട്ടുമെന്നാണ് ആള് പറയുന്നത്. പിന്നെ ഇവിടെ CSTയുടെ അവിടെയും കുറെ പണി നടക്കുന്നുണ്ട്. ഇപ്പൊ ഇതല്ല കേട്ടോ ഇതിന്റെ പ്രോപ്പർ ലൈറ്റ്. ഈ ലൈറ്റ് തന്നെ അടിപൊളിയാണ്, പക്ഷെ ഇതിന്റെ ആക്ച്വൽ ലൈറ്റ് എന്ന് പറയുന്നത് ഇതല്ല, അടിപൊളിയായിട്ട് കിട്ടും. ഇതാണ് നമ്മൾ ഛത്രപതി ശിവാജി ടെർമിനൽ, മുംബൈയിലെ ബിഗ്ഗസ്റ്റ് ടെർമിനൽ ആണ്. ലൈറ്റും കാര്യങ്ങളും ഒക്കെ അടിപൊളിയാണ്. ബ്രിട്ടീഷുകാരുടെ തന്നെയാണ് കേട്ടോ, ബ്രിട്ടീഷുകാരെ ഉണ്ടാക്കിയിട്ടിട്ട് പോയതാണ് ആക്ച്വലി ഇത്. ഇവിടെ കുറെ ബ്രിട്ടീഷുകാരുടെ എന്താ പറയുന്ന ഒരുപാട് അവർ കൺസ്ട്രക്ട് ചെയ്ത ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട്. പിന്നെ ഇവിടെ എപ്പോഴും ആളായിരിക്കും. നമുക്ക് അതിന് തൊട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു സ്റ്റേഡിയം പോലെ ഒരു സംഭവം കെട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്നിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കാം. പിന്നെ അതിനിപ്പുറത്തൊരു പള്ളിയൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ എപ്പോഴും അങ്ങ് ആളായിരിക്കും. ഞങ്ങൾ കുറെ നേരം ഈ ഒരു ഫോട്ടോസ് ഒക്കെ കിട്ടാനായിട്ട് ഞങ്ങൾ കുറെ നേരം വെയിറ്റ് ചെയ്തു. കാരണം എപ്പോഴും മലയാളീസും ഒക്കെ ഉണ്ട്. മലയാളി ഒരു കുട്ടി അവിടെ എന്താണ് പറയുന്ന അവിടെ ഒരു ഇച്ചിരി പൊക്കമുള്ള ഒരു സ്ഥലമുണ്ട്, അവിടെ കയറിയിരുന്നു. അപ്പം തന്നെ അവിടെ പോലീസ് വന്നു. ഒരു സെക്കൻഡ് അപ്പോഴേക്കും പോലീസ് വന്നിട്ട് വഴക്കൊക്കെ പറഞ്ഞു, ഇറങ്ങാനൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് ഞങ്ങളുടെ റൂമിലോട്ട് പോവുകയാണ്. സോ ഫുഡ് ഞങ്ങൾക്ക് പിന്നെ ഫുഡൊന്നും വേണ്ടായിരുന്നു, കാരണം ഹാജി അലിന്ന് കഴിച്ചപ്പോൾ നന്നായിട്ട് വയറ് നിറഞ്ഞു. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു ബ്രിഡ്ജിലൂടെയാണ് കേട്ടോ പോയത്. അടിപൊളിയായിരുന്നു, ഭയങ്കര രസമായിരുന്നു.
അങ്ങനെ ഫൈനലി ഞങ്ങളുടെ സിൽവർട്ടണിൽ ഞങ്ങൾ വന്നു. ഏകദേശം ഒരു 10-10:30 ആയപ്പോഴേക്കുമാണ് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തിയത്. അയ്യോ, അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് CST വരെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു ഊബർ ബുക്ക് ചെയ്ത് ഇങ്ങ് പോരുന്നു. ഇനി ടയേർഡായി, ഇനി കിടന്ന് ഉറങ്ങാം. ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്കിവിടെ കിച്ചൺ ഉണ്ട്. അപ്പോൾ കിച്ചണിൽ ചിലപ്പോൾ നീനും കട്ടൻ ചായയൊക്കെ ഇടാനായിട്ട് പോയിട്ടുണ്ട്. അതൊക്കെ എന്താവും നോക്കാം. ഇത് കഴിഞ്ഞിട്ട് ഉറങ്ങാം. അപ്പം ബാക്കി വ്ളോഗും നാളെ. അങ്ങനെ നീനുവിന്റെ കാപ്പിയൊക്കെ എടുത്ത് ഒന്ന് കുടിച്ച് കുറച്ചു നേരം ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറയണം. അതായത് നാളെ എപ്പം പോകണം, എപ്പം എഴുന്നേക്കണം, എവിടെയൊക്കെ പോകണം, എന്താണ് നെക്സ്റ്റ് ഡേയിലെ പ്ലാനിങ്, അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറയായിരുന്നു. പിന്നെ ഈ കാപ്പിക്കാണെങ്കിൽ ഭയങ്കര കയ്പുമായിരുന്നു. ഞാൻ ആക്ച്വലി മിൽക്കില്ലാതെ ഇങ്ങനെ ടീയും കോഫിയും കുടിക്കാറില്ല, പക്ഷെ അന്ന് ഞാൻ എന്തോ കുടിച്ചു പോയി. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ വരുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ മുംബൈയിലെ സെക്കൻഡ് ഡേനെ പറ്റി പറയും. അവിടെ എവിടെയൊക്കെ പോയെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.